ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അമ്പലങ്ങളിലേക്കൊക്കെ പോയതിന് ശേഷം തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പം തൃശ്ശൂർ പൂരത്തിൻ്റെ പന്തലിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു തണുത്ത മട്ടിലാണ് ഇപ്പോൾ തൃശ്ശൂരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നടന്ന കാരണം ഈ റോട്ടിൽ തന്നെ ആളുകളില്ല തോന്നി. അതുപോലെ ഭയങ്കര ശാന്തതയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം അമ്പലത്തിലോ ഒന്നുമില്ല. നല്ലൊരു പന്തൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി പന്തലാണ്, തിരുവമ്പാടിയുടെ പന്തലാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ പാറമേക്കാവ് അമ്പലത്തിലെത്തി. പാറമേക്കാവ് അമ്പലത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവിടെയും ഒരു മൂകമായ ഒരു അന്തരീക്ഷം. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഇവിടെ നിന്ന് പാറമേക്കാവിൽ നിന്ന് വടക്കുന്നതിനെ നോക്കുന്ന കാണുമ്പോഴത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ഒരു പ്രത്യേക വൈബാണ്. അത് എത്ര വീഡിയോയിലോ ക്യാമറയിലോ മനസ്സിലോ ഒക്കെ പതിഞ്ഞാലും അത് ഇനിയും പിന്നെയും നമുക്കത് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും. ഈ പാറമേക്കാവും നമ്മുടെ വടക്കുന്നാഥനും തമ്മിലുള്ള ആ ബന്ധം. അപ്പോൾ അങ്ങനെ കാർ പാർക്കിങ്ങോ എല്ലാം കണ്ടില്ലേ, കാറുകളൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ അധികം ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. ടൂറ് വന്ന ആൾക്കാർ ആരൊക്കെയോ കുറച്ച് ആൾക്കാരുണ്ട് അമ്പലത്തിൽ. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കണ്ടില്ലേ, നമ്മുടെ അമ്പലമൊക്കെ എല്ലാവരും ഭയങ്കര മൂകരായിട്ടിരിക്കുകയാണ്. ആർക്കും വലിയ ഹാപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ ആരും ഇരിക്കുന്നത്. എല്ലാവർക്കും എന്തൊക്കെയോ ഒരു വിഷമവും സങ്കടവും എവിടെയും എന്തൊക്കെയോ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പം ആരും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലേക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണല്ലോ എല്ലാം ഉണ്ടായത്. ആരും സ്വപ്നം പോലും കാണാണ്ട്, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ ഇപ്പം നടന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നാളെ ഇന്ന് വ്യാഴാഴ്ച, നാളെയാണ് സാമ്പിളിൻ്റെ ദിവസം ഉള്ളത്. അപ്പോൾ അവരൊക്കെ എല്ലാവരും തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എന്താണ് കാര്യമെന്ന് നമുക്കിതുവരെ ആർക്കും അറിയില്ല. എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ ഉണ്ടായത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ തീവരി ചൂട് കാരണമാണോ ഇനി ലെൻസാണോ എന്നാ നമുക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവോ, അല്ലാതെ ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ. എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്. ആഘോഷം വരുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ എൻ്റെ ലൈഫ് എന്നൊക്കെ എൻ്റെ കാര്യങ്ങളിങ്ങനെ പറയണത് ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഹാപ്പിയും ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തെടുക്കണത്. കാരണം അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചു പോയിക്കുന്നത്. എന്തെങ്കിലും ഒരു സന്തോഷമായിട്ട് നമ്മുടെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പണ്ടേ അങ്ങനെ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ദുഃഖങ്ങൾ ഞങ്ങളുടെ ലൈഫിലുണ്ടാവും. ആരെങ്കിലുമൊക്കെ മരിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ആ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഭയങ്കര എന്നെ അങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ലൈഫിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ അച്ഛനമ്മയും ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോവും, സന്തോഷങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ്. പാല് മേടിക്കായിരുന്നില്ല ഏട്ടാ, പാൽച്ചായ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി മേടിക്കായിരുന്നു തോന്നി എനിക്ക് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ കുറേ നാളെ പാൽ ചായ കുടിച്ചിട്ട് പിന്നെ ഇന്നിപ്പോൾ ചോറും കറികളൊക്കെ ഒന്ന് ചെന്നിട്ട് വെക്കണം. പിന്നെ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ അമ്പലത്തിലെ തൃശ്ശൂർ പൂരത്തിന് പുറമെ നിന്നുള്ളവരൊക്കെ നാട്ടിലേക്ക് വരും. അങ്ങനെ ഭയങ്കര ഗ്രാൻഡ്. ഇപ്പം എല്ലാവരും ഇങ്ങനെ പതുക്കെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് സംസാരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇന്നാണ് മീറ്റിംഗ് പറയണത്. അത് മീറ്റിങ്ങിൽ തീരുമാനിക്കും ചടങ്ങ് മാത്രമാണോ അതോ പൂരം ആയിട്ട് നടത്തുന്നുണ്ടോ, നല്ല കേമായിട്ട് നടത്തുന്നുണ്ടോ എന്താണെന്നൊക്കെ അത് തീരുമാനിക്കും. അതൊരു വലിയൊരു തന്നെയാണ് അല്ലേ. നമ്മൾ ഇത്രയും ആഘോഷമായിട്ട് എല്ലാവരും തൃശ്ശൂർക്കാരെല്ലാവരും കാത്തിരുന്ന പൂരം ഇങ്ങനെ ആവുമ്പോൾ ഇത്രയും ആൾക്കാർ, അതും വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ ചേർന്ന് നിന്നിരുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ഒറ്റ നിമിഷം ഇല്ലാണ്ടായി പോയത്. അപ്പോൾ ആർക്കായാലും അത് സഹിക്കാൻ പറ്റണേക്കാൾ അപ്പുറത്തായിരുന്നു അതൊക്കെ.
അപ്പോൾ പലരും ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ വാർത്തയിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ വായിക്കുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നവരെ ഓരോരുത്തരായിട്ട് എത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നിട്ട് വെച്ചാൽ അക്ഷയയിൽ പോകണം. പിന്നെ അതുപോലെ എനിക്കൊരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ സാരികളുണ്ടല്ലോ, ഇഷ്ടംപോലെ സാരികളുണ്ട്. അപ്പോൾ ബ്ലൗസുകളില്ല, അപ്പോൾ ബ്ലൗസ് എടുക്കണം. അപ്പോൾ അങ്ങനെ ബ്ലൗസിന് തുണി എടുക്കണം. പിന്നെ തുണിക്ക് പിന്നെ അധികം വിലയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോണത്. സുന്ദരി, നീ ഇവിടെ തന്നെ ഇരിക്കാണോ? സൂസി എന്ന് വിളിക്കാൻ അതുകൊണ്ടാണ് സൂസി എന്ന് പറയുന്നത്. എന്താണ് ഞങ്ങളിവിടെ വന്നല്ലുള്ളൂ, ഞങ്ങൾ കാണുന്നത് കൊടുത്തത് കൊണ്ടാണ്. എന്താണെന്ന് ക്ഷീണിച്ച് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുത്തിട്ടേ പിന്നെ വന്ന് നമ്മുടെ അങ്കത്തട്ടിലേക്ക് അങ്ങ് കയറിയിട്ട് നമ്മൾ കയ്പക്കായ വറുത്തു കഴിഞ്ഞു. കുറച്ച് വറുത്ത് വെച്ചു. ചേട്ടൻ ഓഫീസിൽ പോകണം, ലഞ്ച് കൊണ്ടുപോകണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ വെണ്ടക്കായ തോരൻ വെച്ചു. ഇതാണ്ടോ വെണ്ടക്കായ ഉപ്പേരി വെച്ചിട്ടുണ്ട്. വെണ്ടക്കായ വെറുതെ കടുക് പൊട്ടിച്ചിട്ട് ഉപ്പ് പിന്നെ കുറച്ച് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ പച്ചമുളക് വരെ ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വെണ്ടക്കായ ഉപ്പേരി വെച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കിയത്. കുമ്പളങ്ങയും മാങ്ങയും കൂടിയിട്ട്, പരിപ്പും കുമ്പളങ്ങയും മാങ്ങയും കൂടിയിട്ട് ചെറിയ നാളികേരം ഒഴിക്കാണ്ടുള്ള പുളിങ്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതും അടിപൊളി ടേസ്റ്റാണെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ ഇന്നലെ വരുമ്പോൾ റോബസ്റ്റോ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു. പിന്നെ അതുപോലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റോബസ്റ്റോ എടുത്തില്ല, ബിസ്ക്കറ്റ് എടുത്തിട്ട് ചായയൊക്കെ കുടിച്ചു. ഞാൻ ബിസ്ക്കറ്റും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവൾക്കുള്ളതാണ് കേട്ടോ, സുന്ദരിക്കുള്ള ബിസ്ക്കറ്റ്സും കാര്യങ്ങളാണ്. അപ്പം ഞാനും 2 എടുത്ത് കഴിച്ചു. ഞാനാണല്ലോ വീട്ടിലെ സുന്ദരി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടായി, ഇതൊക്കെ കഴിഞ്ഞു. ഇരുമ്പാമ്പുളിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇരുമ്പാമ്പുളിയൊക്കെ കഴിഞ്ഞു. ഇതാ നമുക്ക് നല്ലൊരു കൊല ഉണ്ടായിട്ടുണ്ട്, അടിപൊളി കൊല ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ആകെ ചെറിയ കൊലയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ കൊല ഉണ്ടായതൊക്കെ കാണാനായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സൂചി വീണ്ടും എൻ്റെ പിന്നാലെ നടന്നേ മിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഫുഡേ. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് ഇതെടുത്തു. വയർത്ത് കുളിച്ച് ഞാൻ നിൽക്കുന്ന എൻ്റെ മുഖം ഒന്ന് ഞാൻ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. അതെൻ്റെ മനസ്സിലേക്ക് അങ്ങ് പതിഞ്ഞു. എന്ത് കോലാണല്ലേ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞു. പലഹാരം ഉണ്ടാക്കലും ചായയും ചോറും ഒക്കെ വെക്കൽ കഴിഞ്ഞിട്ടാണ്, നിൽക്കണ നിലവാണ് കേട്ടോ. അപ്പോൾ അത് കൈയൊക്കെ ഒന്ന് കഴിച്ചപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഒരു ബോധവുമില്ല. ക്യാമറയ്ക്ക് ഒരു ചെറിയൊരു ഇതൊക്കെ വന്നെങ്കിലും സാല. അപ്പം അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. എനിക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടമാണ്. പണികൾ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നടക്കുക, അതൊക്കെ എനിക്ക് രാവിലെ ഒന്ന് പുറത്തിറങ്ങണത് ഭയങ്കര സന്തോഷമാണ്. മനസ്സിന് വളരെ ആനന്ദം നൽകുന്ന ഒരു പ്രതിഭാസമാണ് പുറത്തിറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. രാവിലെ എത്ര പണികളും കഴിഞ്ഞിട്ടാണെങ്കിലും പണികൾക്ക് മുൻപാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നത് നല്ല രസമായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ നൽകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അജിന്ത്യ പ്രസാദ് ഫാമിലി ഉള്ള സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.